ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് പോളിംഗ് ബൂത്തിലാണുള്ളത്. നമ്മളെല്ലാം NSS വോളണ്ടിയേഴ്സ് ആണ്. ഇവിടെ സ്കൂളിൻ്റെ ദീനുൽ ഇസ്ലാം സഭയിലാണ്. അപ്പം നമ്മളിവിടുത്തെ കുറച്ച് വലുതായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, ചെറുത് എടുക്കാൻ പറ്റുന്ന എല്ലായിടത്തൊരു ഷോർട്ടാക്കിയിട്ട് ഇട്ടാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഡ്യൂട്ടി. ഞങ്ങൾ 4 പേരായിരുന്നു ഉണ്ടായത്. 2 NSS വോളണ്ടിയേഴ്സും 2 SPC കാഡിനേറ്റ്സും കുറേ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അവർ നല്ല കമ്പനി ആയിരുന്നു. എന്താ പറയുക, അവരെ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ നല്ലൊരു ഫ്രണ്ട്ലി, നമ്മൾ എന്തോ ഓപ്പണായിട്ട് പറയാം. ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അതുകൊണ്ട് തന്നെ നല്ലൊരു വൈബായിരുന്നു. ഒരു ബോറിങ് ഉണ്ടായിരുന്നില്ല. ഡ്യൂട്ടി ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റും ആയിരുന്നു. ഞങ്ങൾക്ക് മുണ്ടിയോട് LP സ്കൂളിലാണ് കിട്ടിയത്. പിന്നെ കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അവരെ സാഹചര്യം മനസ്സിലാക്കി അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. യൂട്യൂബിലിടുവേ നമ്മള് പേരുത്തരൂ ശരിക്കും നമ്മളെ കുറിച്ച് നമ്മളെ കുറിച്ച് അഭിപ്രായം നല്ല കുട്ടികളെ എന്നെ കുറിച്ച് നല്ലതല്ലായിരിക്കും. നിങ്ങൾ ഓടിച്ചാൽ നടക്കേണ്ട പ്രായമല്ലേ, അപ്പൊ അത് ചേട്ടാ നിൽക്കുന്നുണ്ട്. നല്ല അഭിപ്രായം. നാട്ടിൽ കാണാനേ ഇല്ല. ഇരുന്നു എത്ര സമയമായിട്ടില്ല പറയാനല്ല ഇരുന്ന് ഗൈസ്. അപ്പം ഞങ്ങൾ ചായയും കടിയൊക്കെ കുടിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ വെയിലാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ ഞങ്ങളുടെ നാട്ടിലെ ചേട്ടന്മാരിലും കൂടി പന്തല് കെട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോട്ട് ഞാൻ വെറുതെ എടുത്തു. ഞങ്ങൾ കുറേ എല്ലാവരോടും സംസാരിച്ചു, നല്ല ഫണ്ണായിട്ട് സംസാരിച്ചു. ഡ്യൂട്ടി ആയിരുന്നു, അപ്പോൾ എല്ലാം അങ്ങ് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാവർക്കും ഈ വീഡിയോ എടുക്കുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എടുക്കാനൊന്നും നിന്നിട്ടില്ല. കുറച്ച് ഷോർട്ട് ഞങ്ങൾ തന്നെ ഒരു ഫണ്ണി മൂമെൻ്റ് ആയിട്ടുള്ള ഷോർട്ട് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ഡ്യൂട്ടി ടൈം ഞങ്ങൾ ഷോർട്ട് എന്താ പറയുക, ഞങ്ങൾ ചെയ്ത ഡ്യൂട്ടിയിൽ ഒരു ഭാഗമായിരുന്നു ഇത്. ഞങ്ങൾക്ക് പ്രായമുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതൊരു മെയിൻ കാര്യമായിരുന്നു. സോ ഞാൻ ഈ അമ്മമ്മേനെ എൻ്റെ കയ്യിലെടുത്ത് ഞാൻ വീൽ ചെയറിൽ വെച്ചു. അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കത് വലിയ കാര്യമായിട്ടൊക്കെ തോന്നി. അതെന്താണെന്നറിയില്ല, എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ഈ സർവീസിൽ നിന്ന് വ്ളോഗ് എടുത്തിടുന്ന പറയുമ്പം എല്ലാവരും വിചാരം വെറും വൃത്തിയാക്കൽ മാത്രമാണ്. ഞാനൊക്കെ ആദ്യം അങ്ങനെയായിരുന്നു വിചാരിച്ചത്. ഞാൻ പ്രൗഡായിട്ട് പറയും, ഞാൻ എൻ്റെ എൻ്റെ സ്കൂളിലെ NSS ലീഡറാണ് ഞാൻ. അപ്പോൾ ഞാനായാലും ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ NSS എന്ന് പറയുമ്പം ഒരു വെറും വൃത്തിയാക്കൽ മാത്രമല്ല, ഇങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങളിൽ ഒരു ഭാഗമാവാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. കുറേ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അപ്പം എല്ലാവരും ഇതേപോലെയുള്ള സർവീസസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഓളെല്ലാം ലുക്ക് ഉണ്ട് ഇതിൽ കാണൂല. ഞങ്ങൾക്കപ്പം അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. ലഞ്ച് എന്താ പറയുക, ചോറും സാമ്പാറും ഫിഷ് കറിയും വറവായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ ലഞ്ചിൻ്റെ ശേഷം ഭയങ്കര ചില്ലിങ് ആയിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്യൂട്ടി ഉണ്ടായിരുന്നു, എന്നാലും വലിയ രീതിക്ക് ഡ്യൂട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാ 4 പേരും കൂടി ഇരുന്ന് കഥ പറയും, വേറെ ചേട്ടന്മാരൊക്കെ വന്നത് കഥ പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ഫുള്ള്. പിന്നെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ വീഡിയോസ് എടുക്കാനില്ല, ഡ്യൂട്ടി ബേസ് ആയിട്ടൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ എന്തെല്ലോ കോപ്പറായി ഞങ്ങൾക്ക് കാണിച്ച് വീഡിയോ എടുക്കുകയായിരുന്നു. അതിൽ ചെറിയ തോതിട്ട് ഇതിലിടാം. സോ അത്രയൊക്കെയായിരുന്നു.
കുറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറിയ ചേട്ടനോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു തന്നു. ചൂടായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് മേടിപ്പിച്ചു. പിന്നെ നമുക്ക് അങ്ങോട്ട് ഐസ്ക്രീം കിട്ടിയ സന്തോഷമായിരുന്നു. അവിടെ പുതിയ ട്രൈ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ നിന്ന് നമുക്ക് പോളിംഗ് ബൂത്തിൻ്റെ ഉള്ളിലുള്ള ഓഫീസ് മുറുക്കൊണ്ട് തന്നു. അതിനെ കൊണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു കൊച്ച് എന്താ പറയുക പുതിയ കോമ്പിനേഷൻ മുറുക്കെടുത്ത ഐസ്ക്രീം. ഹലോ, അപ്പം എനിക്ക് സ്ലിപ്പൊക്കെ കിട്ടി. ഇത് കൊടുത്താലാണ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുക. അപ്പം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മളെക്കുറിച്ച് എങ്ങനെ അഭിപ്രായം എന്താ? കഴിയാത്തവരെ വേഗം മുന്നിൽ എത്തിച്ച് വോട്ട് ചെയ്യാൻ പിന്നെ സഹായിച്ചതിൽ നന്ദി. നിങ്ങളെ കുറിച്ച് പറയണ്ടേ? നമ്മളെ നാട്ടില് എല്ലാവിധ സഹായങ്ങൾക്കും എത്തുന്ന SPC പിന്നെ NSS ടീമേഴ്സാണ്. അവരാണ് നമ്മളെ കൂടുതൽ ഇപ്പോൾ പിന്നെ ഇവരെ പറ്റി പറയാമെങ്കിൽ ഒന്നും പറയാനല്ലോ. എല്ലാ കാര്യത്തിലും എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഇവർ നമുക്കായി തരലുണ്ട്. വേറെ ഒന്നും പറയാനൊന്നും ഇല്ല ഇവരെ പറ്റിയിട്ട് പ്രത്യേകിച്ചിട്ട്. പിന്നെന്താ പറയണ്ടേ? വേറെ ഒന്നും പറയാനില്ലല്ലോ. ഇല്ല, ഒന്നുമില്ല. അത്രേ ഉള്ളൂ. ഇവർ അത്രക്ക് എല്ലാ സപ്പോർട്ടും എല്ലാം കാര്യമുണ്ട്. ഇലക്ഷൻ ഇപ്പോൾ ഇവിടെയുണ്ട്. ഈ ഇലക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും ഇവർ തന്നെയാണ് നോക്കുന്നത്. എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഇവർ ചെയ്തു തരുന്നുണ്ട്. വേറെ ഒന്നും ഇവരെ പറ്റി പറയാനില്ല. എല്ലാം നല്ല കുട്ടികളാണ്. ഫ്രീ ആയിട്ട് നല്ല എല്ലാവരുമായിട്ട് ഇടപഴകുന്നതുകൊണ്ട് നല്ലൊരു അഭിപ്രായം തന്നെയാണ്. പിന്നെ എല്ലാവരും അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് നമ്മുടെ വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? അതൊന്നും കണക്കാക്കാണ്ട് കുട്ടികൾ അവരുടേതായ എന്താ പറയുക ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു അഭിപ്രായമാണുള്ളത്. സോ ഗായ്സ്, നമ്മളെ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞു. കുറേ വീഡിയോസ് ഒന്നും ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അതുമെല്ലാം എങ്ങനെയല്ലോ എടുത്തുകൊണ്ട് കുറേ ചിരിയും കളിയൊക്കെ ആയിരിക്കും. സോ ഇപ്പം തന്നെ ചിരി കൺട്രോൾ ചെയ്തിട്ട് സംസാരിക്കുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി പുതിയ വീഡിയോസ് ഇടുമ്പം നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.